ഹായ്. നമ്മളിപ്പം വെയിറ്റ് ലോസ് ചലഞ്ചിനോട് 50 ദിവസം കഴിഞ്ഞ് ഈ 50 ദിവസത്തിനുള്ളിൽ നമുക്ക് വിസിബിൾ ചേഞ്ചസ് ഉണ്ടാവാൻ പറ്റും. അതിനുള്ള ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഞാൻ. നിങ്ങൾ എൻ്റെ വെയിറ്റ് ലോസ് ചലഞ്ച് ഡേ 1 എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, ഞാൻ അത് മുകളിൽ പിൻ ചെയ്തേക്കാം. ആ വീഡിയോ പോയി കണ്ടാൽ മതി. അതിൽ ഇതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ കുറച്ച് കവളൊക്കെ ഇങ്ങനെ വലുതായിട്ട് പിന്നെ ബോഡി കുറച്ചും കൂടെ ബൾക്കായിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും. ഞാൻ വലിയ വിസിബിൾ ചേഞ്ചസ് ഉണ്ടെന്ന് പറയുന്നില്ല, ബട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ചേഞ്ച് എനിക്കുണ്ട്. ഞാൻ ഫീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഷർട്ട് ഞാൻ മുമ്പ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കത് കറക്റ്റ് സൈസ് ആയിരുന്നു. ഇപ്പം ആ ഷർട്ട് എനിക്ക് ലൂസായി, കാരണം എനിക്ക് കുറെ കൂടെ ബ്രീത്തബിൾ ആയിട്ടുള്ള സ്പേസ് ഷർട്ടിൽ തന്നെ കിട്ടും. പിന്നെ ബെൽറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ബെൽറ്റിൽ അടുത്തൊരു ഹോളും കൂടി ഇടേണ്ട ഗതിയായി. പക്ഷേ കുറച്ചും കൂടെ ടൈറ്റായി എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം ഞാൻ ഒരു ഹോള് കറന്റ് ഇട്ടുകൊണ്ടിരുന്ന പുതിയ ഹോൾ ഇട്ടില്ല, കറന്റ് ഇട്ടുകൊണ്ടിരുന്ന ആ ഹോളിനെ കാട്ടി മുമ്പ് ഒരു ഹോളുണ്ട്, അതിലോട്ടാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഹിപ്പ് സൈസ് കുറച്ച് കുറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയ സമയത്ത് കുറച്ച് പേര് കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും ഇതൊക്കെ ട്രൈ ചെയ്യും, എന്നെ കൊണ്ടും പറ്റും, ഞാനിത് ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്, അങ്ങനെ ഇങ്ങനെ കുറെ പേര് പറഞ്ഞായിരുന്നു. പക്ഷെ അവരൊന്നും കാണുന്നില്ല. പിന്നീട് അവരും ഇത് ട്രൈ ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്ത് റിസൾട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ഡോണ്ട് ഗീവ് അപ്പ്, അവിടെ നിന്ന് തന്നെ എണീറ്റ് ഓടണം. നമുക്ക് റിസൾട്ട് ഉണ്ടാവാൻ വരെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. കാരണം ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ മെലിഞ്ഞിട്ടില്ല, മെലിയണമെന്ന് പ്ലാൻ ചെയ്തേ ഉള്ളൂ. അതിനുശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ജേണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ പ്രോഗ്രസ് ഇങ്ങനെ പറഞ്ഞ് ഇപ്പം എനിക്കൊരു വിസിബിൾ ചേഞ്ച് വന്നപ്പോഴാണ് എനിക്കത് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാൻ പറ്റുന്നത്. നിങ്ങളും ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം. സോ ഇഫ് യു വാണ്ട് റിസൾട്ട്, ഡോണ്ട് വെയിറ്റ്, ഗെറ്റ് സ്റ്റാർട്ട് ടുഡേ. എങ്ങനെ കഴിക്കണം, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കിയാൽ മതി, റെഫറൻസ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഞാൻ ഇതുവരെയും ചെയ്യാത്തവർക്ക് കുറച്ചും കൂടെ മോട്ടിവേറ്റ് ആയിക്കോട്ടെ. പിന്നെ ഞാൻ ഇത്രയും ദിവസത്തെ എൻ്റെ എക്സ്പീരിയൻസ് അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഞാൻ പഠിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡോണ്ട് ഗിവ് അപ്പ്. നമ്മൾ വിട്ടുകൊടുക്കല്ലേ. എവിടെയെങ്കിലും നമുക്ക് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ തുടങ്ങണം. അല്ലാതെ പാളിപ്പോയി ഇനിയിപ്പോൾ ഒന്നേന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച് 2-3 ദിവസം വീണ്ടും പഴയതുപോലെ ആയിട്ട് ഒന്നേന്ന് തുടങ്ങിയാൽ ശരിയാവത്തില്ല. എവിടെ വീണോ അടുത്ത സെക്കൻഡ് അവിടെ നിന്ന് എണീറ്റ് ഓടിക്കൂ. എന്തിനാ വെയിറ്റ് ചെയ്യണേ? എന്തിനാ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്? റീസ്റ്റാർട്ട് ചെയ്യണ്ട, അവിടെ നിന്ന് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ഡോണ്ട് ഗിവ് അപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും നമുക്കിത് ഈസി അല്ലല്ലോ, എപ്പോഴും പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അത് തരണം ചെയ്യണം. ഇന്നത്തെ കാര്യം തന്നെ ഞാൻ പറയാം. ഇന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്തു? ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും പഴവും കഴിച്ചു, ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ കഴിച്ചു. ഉച്ചയായപ്പോൾ ചോറും ചിക്കൻ കറിയും സാമ്പാർ പപ്പടം അങ്ങനെയായിട്ട് അതും എല്ലാം ഫ്യൂ ക്വാണ്ടിറ്റിയിലാണ് എടുത്ത് അതും കഴിച്ചു. ഈവനിങ് ആയപ്പോൾ ഒരു സെൻഡ് ഓഫ് പാർട്ടി ഉണ്ടായിരുന്നു. സോ കേക്ക് കട്ടിങ് ഉണ്ട്, പിന്നെ സ്നാക്സ് പപ്സ് മേടിച്ചു, പിന്നെ കട്ട്ലറ്റ് മേടിച്ചു, പിന്നെ കോഫി. അപ്പം ഞാൻ എന്ത് ചെയ്തു? കേക്ക് കഴിച്ചില്ല, പിന്നെ പേസ്ട്രി പപ്സ് കഴിച്ചു, കട്ട്ലറ്റും കഴിച്ചു. എനിക്കറിയാം ഡയറ്റ് എടുക്കണവർ ഇത്രയും കാലറി കൂടിയ ഫുഡ് കഴിക്കാൻ പാടില്ല, അതും ഫാസ്റ്റ് ഫുഡും ഫ്രൈഡൊക്കെ അല്ലേ, അത് കഴിക്കാൻ പാടില്ല. ബട്ട് ഞാൻ കഴിച്ചു. ബട്ട് ഈവനിങ് ആയപ്പോൾ എന്ത് ചെയ്തു? ഡിന്നർ ഞാൻ സ്കിപ്പ് ചെയ്യണമെന്ന് ഉറപ്പിച്ചായിരുന്നു. അപ്പം ഞാൻ ഡിന്നർ സ്കിപ്പ് ചെയ്യാൻ വന്നു. ബട്ട് ഫോൺ എടുത്തപ്പം ക്രേവിങ്സ്, ദ മെയിൻ പ്രോബ്ലം, അത് വീണ്ടും എന്നെ അലട്ടാൻ തുടങ്ങി. സ്വൈപ്പ് ചെയ്തു, സൊമാറ്റോ എടുത്തു, മന്തി തന്നെ ബുക്ക് ചെയ്യാൻ ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തി. എന്നിട്ടും ഇങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുക. ഓർഡർ ചെയ്യണോ, മനസ്സ് ഒന്ന് പറയും, ബ്രെയിന് വേറൊന്ന് പറയും. ഇങ്ങനെ അടിയെ ലാസ്റ്റ് ഞാൻ മിററിൽ പോയി നോക്കിയപ്പം വിസിബിൾ ചേഞ്ചസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. എന്തിനാടാ കലം കൊണ്ട് വെറുതെ ഉടക്കണേ? സോ ഞാൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു, ഓർഡർ ചെയ്തില്ല. നമുക്ക് ചേഞ്ചസ് അല്ലേ വലുത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഒരു അഡ്ജസ്റ്റ്മെന്റ് വരാൻ പാടില്ല. അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇപ്പൊ എന്റെ മെയിനായിട്ട് ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ, ഈ ജേണി എന്തേലും കാരണം കൊണ്ട് സ്ലോ ആയി പോകും എന്നാണ്. കാരണം എന്തേലും ഒരു അഡ്ജസ്റ്റ്മെന്റ് എവിടെയെങ്കിലും ഒക്കെ വന്നാൽ നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പപ്സോ ഇതൊക്കെ കഴിച്ച്, ബട്ട് ഞാൻ അതെന്ത് ചെയ്തു? ഡിന്നറിൽ ഒന്നും കഴിക്കാതെ തന്നെ ആ കാലറി അതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. സോ ഇനി മോർണിംഗേ കഴിക്കുള്ളൂ. അപ്പം കാലറി കുറച്ച് ഓയിലും ഫാറ്റും കാർബ്സും ഇതൊക്കെ കയറിയെങ്കിലും കാലറി അധികം ആവാത്തടത്തോണ്ട് വലിയ ഒരു ഇമ്പാക്റ്റ് അതിലും ഉണ്ടാവത്തില്ല. അഥവാ ഇതേപോലെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വന്നാലും നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകണം. നമ്മൾ ഒരു പണി കിട്ടി ഒരു അബദ്ധം ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നും നിൽക്കാന്നെങ്കിൽ അവിടെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. വേറൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ വീക്കിലി വൺസ് ഞാൻ ചീറ്റ് ഡേ എടുക്കും. ഏതെങ്കിലും ഒരു നേരം ഹെവി ആയിട്ട് മീൽ കഴിക്കും, നെക്സ്റ്റ് ഡേ ഫുൾ ഡേ ഫാസ്റ്റിംഗ് എടുക്കും. സോ അങ്ങനെ വന്നോണ്ടിരുന്നപ്പോൾ മെനിഞ്ഞാണ് ഞാൻ ചീറ്റ് ഡേ എടുത്തു.
ഈവനിങ് ആയപ്പോൾ ഞാൻ മന്തി കഴിച്ചു. രാവിലെ ഉച്ചയും കഴിച്ചു, ഈവനിങ് ആയപ്പോൾ ഞാൻ മന്തി കഴിച്ചു. അപ്പം കുറച്ച് ഹെവി ആയി. അപ്പം നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യണം? ഫുൾ ഡേ ഫാസ്റ്റിംഗ് എടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഫാസ്റ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ല. ഉച്ചയായപ്പോഴത്തേക്കും കഴിച്ചു പോയി. എല്ലാവരും നിർബന്ധിച്ചല്ല, എന്നെ ചെറുതായിട്ടൊന്ന് വിളിച്ചു, എടാ വാടാ കഴിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ കുഴപ്പമില്ല എന്ന് മാത്രം എനിക്ക് സ്ട്രൈക്കായി. നേരെ പോയും കഴിച്ചു. കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചോളൂ. ബട്ട് ഈവനിങ് ആയി ഓണോ ഞാൻ എൻ്റെ ചീറ്റ് ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഫുൾ ഡേ ഫാസ്റ്റിംഗ് എന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈവനിങ് എന്ത് ചെയ്തു? ഒന്നും കഴിച്ചില്ല. അപ്പോൾ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് മാത്രമേ കഴിച്ചു. നെക്സ്റ്റ് ഡേ എന്ത് ചെയ്തു? അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു, ഈവനിങ് ഒന്നും കഴിച്ചില്ല. അങ്ങനെ 2 ദിവസം 1 ഡേ പെർ മീൽ, അങ്ങനെ 2 ദിവസം കഴിച്ചിട്ടാണ് അത് ഞാൻ പാച്ചപ്പ് ആക്കിയത്. അപ്പം ഞാൻ പറയണത്, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വന്നാലും അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് അത് കോംപ്രമൈസ് ആക്കി പോകണം. അല്ലാതെ പ്രോബ്ലം വന്നു, പ്രോബ്ലം അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ പോകാൻ പാടില്ല. അത് നമുക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും തരില്ലല്ലോ. അവിടെ പ്രോബ്ലം വന്നു, അതിനുള്ള സൊല്യൂഷനും കണ്ടുപിടിച്ച് അത് ഓക്കെ കിട്ടണം മുമ്പോട്ട് പോകാൻ. സോ ദിസ് ഈസ് ഓൾ ഫോർ ദ ഡേ. നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.